അരവത്ത് മട്ടേങ്ങാനം പൂവാണംകുഴി ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം 22 മുതൽ 27 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ദേശം 2 കോടിയോളം രൂപ ചിലവഴിച്ച് പുനർനിർമ്മാണം പൂർത്തിയാക്കി നടത്തുന്ന ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം, ആചാര്യ സംഗമം, കർഷക സംഗമം, വനിതാ സംഗമം, മാതൃവന്ദനം, പ്രവാസി സംഗമം, സർവമത സമ്മേളനം, ആധ്യാത്മിക സമ്മേളനം, വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടായിരിക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. അരവത്ത് മട്ടേങ്ങാനം കഴകം ശ്രീ പൂവാണംകുഴി ക്ഷേത്രത്തിൽ ഈ വരുന്ന ഫെബ്രുവരി 22 മുതൽ 27 വരെ ബ്രഹ്മകലശം നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് രാവിലെ 8:55 മുതൽ 9:55 വരെ കന്നിക്കലവറ നടക്കുകയും അത് കഴിഞ്ഞാൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും 10-11 പ്രാദേശിക കമ്മിറ്റി ഉണ്ട്. പ്രാദേശിക കമ്മിറ്റിയുടെയും ഒരു 10-20ഓളം കലവറ ഘോഷയാത്ര നടക്കുകയാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് സാംസ്കാരിക സമ്മേളനം, അത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക് ആചാര്യ വരവേൽപ്പ്. KU പത്മനാഭ തന്ത്രി അരവത്ത് അവരുടെ പൂർണ്ണ കുംഭത്തോടുകൂടി ക്ഷേത്രത്തിൽ ആനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി കലശം തുടക്കം കുറിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട ആളുകളുണ്ട്, അവർ സംസാരിക്കും. എന്നിരുന്നെങ്കിലും ഇത്തരം പരിപാടികൾ ഒരു 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിലേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. കണ്ണൂർ മുതൽ തലപ്പാടി വരെയുള്ള ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. തീർച്ചയായും അവർക്ക് വേണ്ടുന്ന നല്ല രീതിയിലുള്ള അന്നദാനം, വിഷരഹിത പച്ചക്കറി കൃഷി നമ്മൾ തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിന് വേണ്ടുന്ന നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, അന്നദാനം കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് വരുന്ന 27-ന് പ്രതിഷ്ഠാ ദിനമാണ്. 27-ന് രാവിലെ 11:15 മുതൽ 11:35 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടക്കും. ഈ പ്രതിഷ്ഠ തൃക്കണ്ണാടപ്പൻ്റെതും അതുപോലെ തന്നെ ചൂളിയാർ ഭഗവതി, പടവരം ദൈവം, മൂവാളംകുഴി ചാമുണ്ഡിയമ്മ, അതുപോലെ തന്നെ വിഷ്ണുമൂർത്തി, ഈ 5 ദൈവത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുകയാണ്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ K. ശിവരാമൻ മേസ്ത്രി, ജനറൽ കൺവീനർ രാഘവൻ തച്ചങ്ങാട്, ചീഫ് കോർഡിനേറ്റർ അശോകൻ പതിക്കാൽ, അശോക് കുമാർ തോക്കാനംമൊട്ട, ട്രഷറർ സമാജ് ബാബു, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ തച്ചങ്ങാട്, മീഡിയ കമ്മിറ്റി ചെയർമാൻ മാധവൻ പാക്കം, കൺവീനർ മഹേഷ് തച്ചങ്ങാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.